വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ഫുഡ് ഫോർ ഹെൽത്ത്, ആഹാരത്തിലൂടെ ആരോഗ്യം. അതിൻ്റെ നമ്മൾ ഒരു പാർട്ട് ഇട്ടായിരുന്നു. ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ മലയാളമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷുകാർക്കും മലയാളം മീഡിയക്കാർക്കും ഒരുപോലെ നിങ്ങൾക്കത് പ്രയോജനപ്പെടും. കുഞ്ഞുങ്ങളെ വായിച്ചിട്ട് അതിൻ്റെ നോട്ടാണ് നമ്മൾ തരുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒന്നാമത്തതിൻ്റെ ഫുൾ നോട്ടും തന്നു. തരാത്തവരാണെങ്കിൽ ഈ ചാനൽ ഇത് ഒന്നാമത്തെ പാർട്ട് കയറി കാണണം കേട്ടോ. അപ്പോൾ എന്തൊക്കെ പഠിപ്പിച്ചു? ന്യൂട്രിയൻസ്, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അതിനകത്തിലെ ന്യൂട്രിയൻസ് അല്ലേ. ഈ ന്യൂട്രിയൻസ് നോക്കിക്കേ, അതിൻ്റെ പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് എന്ന് വെച്ചാൽ പോഷക ഘടകങ്ങൾ എന്നാവും കുഞ്ഞുങ്ങളെ മലയാളം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5 എണ്ണമുണ്ട്. ഈ 5 എണ്ണത്തിനെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഒന്നാമത്തത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്, 2 പ്രോട്ടീൻസ്, 3 ഫാറ്റ്, 4 വിറ്റാമിൻസ്, 5 മിനറൽസ്. ഈ 5 എണ്ണത്തിനെ കുറിച്ചാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തിൽ നോക്കുക, അതിനകത്തിൽ അല്ലാതെയും കുറേ ക്വസ്റ്റ്യൻ ആൻസറുകളുണ്ട്. അപ്പോൾ അതും നമ്മൾ തന്നിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ പാർട്ട് കയറി കാണണേ കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ നോക്കിയേ കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്തിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് പഠിച്ചത് കേട്ടോ. അതുപോലെ തന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പിന്നെന്താ, നമുക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണെന്നും ഒക്കെ നമ്മൾ തന്നു കേട്ടോ. വൈ ഡു വി ഹാവ് ഫുഡ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 12 ക്വസ്റ്റ്യൻ ആൻസർ ആ ടെസ്റ്റ് വായിച്ചിട്ടാവും നിങ്ങളെ നമ്മൾ 12 ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയായിരുന്നു. നിങ്ങൾ പഠിച്ചായിരുന്നോ കേട്ടോ. എഴുതുന്നതിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കുകയും കൂടെ അങ്ങ് വേണം കേട്ടോ. വളരെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ വീതമാണ് ഞാൻ തരുന്നത്, വാരി വലിച്ച് തരുന്നില്ല. കാരണം കുറച്ച് തരുമ്പോൾ നിങ്ങൾ കുറേശ്ശെ അങ്ങനെ പഠിച്ചു പോകും. നമുക്കൊരു 3-4 പാർട്ട് കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാം കേട്ടോ. ഇന്ന് നമുക്ക് 2ാമത്തെ പാർട്ടാണ്. അതിനകത്തിൽ ഇനി നമ്മൾ അയഡിൻ ടെസ്റ്റ് മുതലാണ് ഇനി നമ്മൾ പഠിക്കാനുള്ളത്. ടെസ്റ്റിനകത്തിൽ എന്താവും നിങ്ങളെ അയഡിൻ ടെസ്റ്റ് നിങ്ങളുടെ ടെസ്റ്റിലെടുത്തിട്ട്, അതായത് ഇതെല്ലാം നമ്മൾ പഠിച്ചു. പേജ് നമ്പർ 10 കാണാൻ പറ്റുന്നുണ്ടോ? അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു അയഡിൻ ടെസ്റ്റിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ മിക്കവാറും ചെയ്യിപ്പിക്കുമായിരിക്കും. എന്തെല്ലാം മെറ്റീരിയൽസ് റിക്വയർഡ്: 2 ടെസ്റ്റ് ട്യൂബ്, മിൽക്ക്, ഡൈലൂട്ടഡ് അയഡിൻ സൊല്യൂഷൻസ്, റൈസ് വാട്ടർ. ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്ക് 2 ടെസ്റ്റ് ട്യൂബ്സ്, ടേക്ക് മിൽക്ക് ഇൻ 1 ടെസ്റ്റ് ട്യൂബ് ആൻഡ് റൈസ് വാട്ടർ ഇൻ ദ അതർ വൺ, ആഡ് 2 or 3 drops of iodine solution to each test tube, observe the color change in both test tube when iodine solution is added. Repeat the same experiment when the other food items you eat. റെക്കോർഡ് യുവർ ഫൈൻഡിങ് ഇൻ ദ ടേബിൾ. വല്ല മനസ്സിലായോ നിങ്ങളെ? അതായത് നമ്മൾ അയഡിൻ ടെസ്റ്റ് വരെയുള്ള എല്ലാം നമ്മൾ പറഞ്ഞു. അയഡിൻ ടെസ്റ്റിനകത്തിൽ എന്തൊക്കെ മെറ്റീരിയൽ അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമായിട്ട് വേണ്ടുന്നതെന്നാണ് പറഞ്ഞത്. നോക്കിയേ, 2 ടെസ്റ്റ് ട്യൂബ് വേണം, പാൽ വേണം, നേർപ്പിച്ച അയഡിൻ ലായനി കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ സ്കൂളിൽ മിക്കവാറും ടീച്ചർ കൊണ്ടുവന്ന് ഇത് ചെയ്ത് കാണിക്കുമായിരിക്കും കേട്ടോ. അയഡിൻ ലായനി, പിന്നെ കഞ്ഞിവെള്ളം ഉണ്ടാവും നിങ്ങളെ. റൈസ് വാട്ടർ എന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം വേണം. ഇനി എങ്ങനെയൊക്കെയാണെന്ന് നോക്കിക്കേ. 2 ടെസ്റ്റ് ട്യൂബ് നമ്മൾ എടുക്കണം. ഒന്നിൽ അല്പം പാലും, ശ്രദ്ധിക്കണേ, ഒന്നിൽ അല്പം പാലും, 2ാമത്തതിൽ അല്പം കഞ്ഞിവെള്ളവും എടുക്കുക. നോക്കണേ കുഞ്ഞുങ്ങളെ അതെങ്ങനെയാണ് അയഡിൻ ടെസ്റ്റ്. ഒന്നിൽ അല്പം പാലെടുക്കുക, 2ാമത്തതിൽ അല്പം കഞ്ഞിവെള്ളം എടുക്കുക. ഓരോന്നിലും 2-3 തുള്ളി അയഡിൻ ലായനി ചേർക്കുക. ഈ അയഡിൻ ലായനി ചേർത്തപ്പോൾ 2 ടെസ്റ്റ് ട്യൂബിലും ഉള്ള ഈ ദ്രാവകത്തിൻ്റെ നിറത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? നിങ്ങൾ കഴിക്കുന്ന മറ്റു പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഈ പരീക്ഷണം ആവർത്തിക്കുക. കണ്ടെത്തിയിട്ട് അത് പട്ടികയിൽ എഴുതാനാണ് പറയുന്നത്. വല്ലോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് നമ്മൾ അയഡിൻ ടെസ്റ്റ് നടത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ അപ്പുറത്തെ പേജിൽ തന്നെ അവർ എഴുതിയിട്ടുണ്ട്. നമ്മൾ 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക, ഒരെണ്ണത്തിൽ പാലും ഒരെണ്ണത്തിൽ കഞ്ഞിവെള്ളവും എടുക്കുക. എന്നിട്ട് അതിനകത്തിൽ 2-3 തുള്ളി എന്തെടുക്കുക, അയഡിൻ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ആ 2 ട്യൂബിനകത്തിലും എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കാനാണ് നമ്മളോട് പറഞ്ഞത് കേട്ടോ. എന്നിട്ട് നോക്കിക്കേ, കുറേ ഫുഡ് ഐറ്റംസ് വേറെയും കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നാണ് നമ്മളത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇനി നോക്കിക്കേ, ഇവിടെ അയഡിൻ നോക്കണേ കുഞ്ഞുങ്ങളെ. വെൻ അയഡിൻ കമ്പൈൻസ് വിത്ത് സ്റ്റാർച്ച് എ ഡാർക്ക് ബ്ലൂ കളർ ഈസ് ഫോംഡ്. നമ്മളത് ചെയ്തപ്പോൾ എന്താവും നിങ്ങളെ അവിടെ സംഭവിച്ചത്? അന്നജം എന്ന് വെച്ചാൽ സ്റ്റാർച്ചിൻ്റെ മലയാളമായി അന്നജം കേട്ടോ. അന്നജം ആസിഡുമായിട്ട് ചേരുമ്പോൾ ഇരുണ്ട നീല നിറം എന്താവും നിങ്ങളെ? എ ഡാർക്ക് ബ്ലൂ കളർ ഈസ് ഫോംഡ്. അന്നജം എന്തുമായിട്ടാ? അതായത് നമ്മൾ ഈ സ്റ്റാർച്ച് ഉണ്ടല്ലോ, ഇത് നമ്മുടെ അയഡിനുമായിട്ട്, കഞ്ഞിവെള്ളം അത് നമ്മുടെ അയഡിനുമായിട്ട് ചേരുന്നപ്പോൾ എന്താ, ഇരുണ്ട നീല നിറമാണ് ഉണ്ടായത്.
ബ്ലൂ, ഡാർക്ക് ബ്ലൂ. ഡിപ്പെൻഡിങ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് എ സ്റ്റാർച്ച് ദ ഇൻറ്റൻസിറ്റി ഓഫ് എ ബ്ലൂ കളർ വേരീസ് എന്ന് വെച്ചാൽ അത് ഈ അന്നജത്തിൻ്റെ സ്റ്റാർച്ച് എന്ന് വെച്ചാൽ അന്നജത്തിൻ്റെ എന്താ അളവനുസരിച്ച് നീല നിറത്തിൻ്റെ കാഠിന്യത്തിൽ വ്യത്യാസവും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ദ ഫുഡ് ഐറ്റംസ് വിത്ത് മോർ സ്റ്റാർച്ച് കണ്ടൻസ് ബേസ്ഡ് ഓൺ ദ ഇൻറ്റൻസിറ്റി ഓഫ് ബ്ലൂ കളർ ഫോംഡ് വെൻ അയഡിൻ വാസ് ആഡഡ്. യു ഹാവ് ഓൾറെഡി ലിസ്റ്റഡ് ദ ഫുഡ് ഐറ്റംസ് യു യൂഷ്വലി ഈറ്റ്. അനലൈസ് ദ ടേബിൾ ആൻഡ് എക്സാമിൻ വെദർ മോർ ഫുഡ് ഐറ്റംസ് യു കൺസ്യൂം കണ്ടെയ്ൻ സ്റ്റാർച്ച് എന്ന് വെച്ചാൽ നിങ്ങൾ പരിശോധിച്ച ഈ ഭക്ഷ്യവസ്തുക്കളിൽ ഏതിലെല്ലാമാണ് അന്നജം കൂടുതലായിട്ടുള്ളതെന്ന് അയഡിൻ ലൈന് ചേർത്തപ്പോഴുണ്ടായ നിറത്തിൻ്റെ കാഠിന്യമൊക്കെ നിരീക്ഷിച്ചിട്ട് കണ്ടെത്തി എഴുതണം. എന്നിട്ട് നിങ്ങൾ സാധാരണ കഴിക്കുന്ന ആഹാരം, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആഹാരമുണ്ടല്ലോ, അതിൻ്റെ ഒരു പട്ടിക തന്നെ തയ്യാറാക്കിയിട്ട് അത് വിശകലനം ചെയ്തിട്ട് അതിനകത്തിൽ അന്നജമുള്ള ആഹാര വസ്തുക്കളാണോ നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്നും ഒക്കെ എഴുതാനാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തന്നിട്ടുണ്ട് നിങ്ങളെ. അപ്പോൾ നമ്മൾ ന്യൂട്രിയൻസിൻ്റെ നമ്മൾ പഠിച്ചത് കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചാണ്. അതിനകത്തിലാണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സ്റ്റാർച്ചിനെ കുറിച്ചൊക്കെ പഠിച്ചത് കേട്ടോ. ഫുഡ് ചേഞ്ച് അയോഡിൻ ടെസ്റ്റൊക്കെ കാർബോഹൈഡ്രേറ്റ്സിനകത്തിലാണ് വന്നത്. രണ്ടാമത്തെ ആൾ ആരാന്ന് നോക്കിക്കേ. രണ്ടാമത്തെ മില്ലറ്റ്സിൻ്റെ മലയാളം എന്താ നിങ്ങളെ? ചെറു ധാന്യങ്ങൾ എന്നാണ് മില്ലറ്റ്സിൻ്റെ മലയാളം. നോക്കിക്കേ അവിടെ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഉഴുന്ന്, പയറും കടലയും മറ്റേ ഇങ്ങനെയുള്ള ലുട്ടിലുടുക്കുകളെല്ലാം എന്താണ് മില്ലറ്റിൽ വരുന്നതാണ് കേട്ടോ. മില്ലറ്റ്സ് എന്ന് വെച്ചാൽ ധാന്യങ്ങൾ. നോക്കിക്കേ, മില്ലറ്റ്സ് ആർ ദ ക്രോപ്സ് വിച്ച് ബിലോങ് ടു ഗ്രാസ് സ്പീഷീസ് അല്ലേ. മില്ലറ്റ്സ് കണ്ടെയ്ൻസ് ഹയർ ക്വാണ്ടിറ്റീസ് ഓഫ് പ്രോട്ടീൻസ്, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ദാൻ റൈസ് ആൻഡ് വീറ്റ്. പിന്നെ millets which are rich in fiber play an important role in the digestion. In the past, millet were used as a food for animals and birds. Humans also started consuming millet after realizing their nutrients value. Millet include the finger millet, bajra, foxtail millet, മെയ്സ് അല്ല, ലിറ്റിൽ മില്ലറ്റ്, ഇങ്ങനെയൊക്കെ കുറേ എണ്ണത്തിൻ്റെ പേര്, ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മൂന്നാളത്തിൻ്റെ പേര് പഠിച്ചാൽ അത് നിങ്ങൾ. എന്താണ് ഈ മില്ലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാന്യങ്ങൾ എന്നാണ് അല്ലേ. നമ്മുടെ ഈ പുല്ല് വർഗ്ഗത്തിൽപ്പെട്ടത്, ഗ്രാസ് എൻ്റെ സ്പീഷ്യസിൽ പെട്ടതാണ് മില്ലറ്റ് എന്ന് പറയുന്നത്. എന്താ നിങ്ങളെ? ഗ്രാസ് സ്പീഷ്യസ് എന്ന് വെച്ചാൽ പുല്ലിൻ്റെയൊക്കെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു വിളയാണ് ഏതാ നമ്മുടെ മില്ലറ്റുകൾ എന്ന് പറയുന്നത്. പിന്നെ മില്ലറ്റ് കണ്ടെയ്ൻ ഹയർ ക്വാണ്ടിറ്റി ഓഫ്, ഇനി ഈ മില്ലറ്റുകളിൽ എന്താ അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതുലവണങ്ങൾ എന്നിവ ഇവയിൽ അടങ്ങിയിട്ടുണ്ട്. നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹനപ്രക്രിയയിലൂടെ പ്രധാന പങ്ക് വഹിക്കുന്നു. മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് ഇവ ഉപയോഗിച്ചു വന്നിരുന്നത്. ഇവയിലൂടെ പോഷകമൂല്യം മനസ്സിലാക്കിയതോടുകൂടിയാണ് മനുഷ്യരും ഇത് ആഹാരമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത് കേട്ടോ. പക്ഷിക്കും മൃഗങ്ങൾക്കും ഒക്കെ കൊടുത്തോണ്ടിരുന്നതാ. ഇപ്പം അത് നമ്മളാണ് കഴിക്കുന്നില്ലേ. കാരണം എന്താ, ഇപ്പോഴാണ് അതിൻ്റെ എന്തൊക്കെയാണ് അതിനകത്തിൽ അടങ്ങിയെന്ന് നമുക്ക് പിടികിട്ടിയതല്ലേ. അതിനുശേഷം നമ്മൾ മനുഷ്യർ കഴിക്കാൻ തുടങ്ങി. വല്ല മനസ്സിലായോ നിങ്ങൾ എന്താണ് മില്ലറ്റ്സ് എന്നാ കേട്ടോ. എന്താ, പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട, നോക്കണേ കുഞ്ഞുങ്ങളെ, പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട വിളയാണ് അതായത് ഗ്രാസിൻ്റെ സ്പീഷ്യസിൽപ്പെട്ടതാണ് മില്ലറ്റ്. പിന്നെ അരിയും ഗോതമ്പും എന്നിവയൊക്കെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീന്, വിറ്റാമിന്, ധാതുലവണങ്ങൾ എന്നിവ ഇവയിലുണ്ട്. നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹനപ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു കേട്ടോ. നാരുകളടങ്ങിയ ഫുഡ്, നമ്മൾ ഈ മോഷനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ പറയുന്നത് നിങ്ങൾ നാരുകളടങ്ങിയ, ഫൈബർ അടങ്ങിയ ഫുഡ് കഴിച്ചാൽ ആശ്വാസമാകുമെന്നല്ലേ. മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് ഇവ ഉപയോഗിച്ച് വന്നിരുന്നത്. എന്നാലോ ഇവയുടെ പോഷകമൂല്യം മനസ്സിലാക്കിയതോടുകൂടി മനുഷ്യരും ഇത് ആഹാരമായിട്ട് ഉപയോഗിച്ച് തുടങ്ങി. നോക്കൂ നിങ്ങൾ എന്തൊത്തിൻ്റെയൊക്കെ മില്ലറ്റ്സ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ റാഗി, ബജ്ര, തിന എന്ന് പറയുന്നുണ്ട് കേട്ടോ. ബജ്ര, തിന, ഫോക്സ്റ്റെയിൽ മില്ലറ്റ്, തിന, പിന്നെ അതുപോലെ തന്നെ മെയ്സ്, ചോളം, പിന്നെ ലിറ്റിൽ മില്ലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാമ കേട്ടോ. ഇങ്ങനെയൊക്കെ അതിൻ്റെ മലയാളം. റാഗി, ബജ്ര, തിന, ചോളം, ചാമ തുടങ്ങിയവ ഈ വിഭാഗത്തിൽ പെടുന്നു. ഇംഗ്ലീഷ് നോക്കൂ നിങ്ങളെ. ബജ്ര, ഫോക്സ്റ്റെയിൽ മില്ലറ്റ്, മെയ്സ്, ലിറ്റിൽ മില്ലറ്റ് എക്സെട്ര കേട്ടോ. അടുത്ത് നോക്കിക്കേ, ഫോർ ഗ്രോത്ത് എന്ന് വെച്ചാൽ വളർച്ചയ്ക്ക് പിന്നിൽ. ഈസ് ഇറ്റ് ഇനഫ് ടു ഇൻക്ലൂഡ് ഓൺലി കാർബോഹൈഡ്രേറ്റ് ഇൻ അവർ ഡയറ്റ്? ലെറ്റ്സ് ഫൈൻഡ് ദ അതർ ന്യൂട്രിയൻസ് നീഡഡ് ഫോർ അവർ ബോഡി. നമ്മുടെ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയോ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ?
മതിയോ കുഞ്ഞുങ്ങളെ? മറ്റെന്തെല്ലാം പോഷകഘടകങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ന്യൂട്രിയൻസിനകത്തുള്ള 2 എണ്ണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർബോഹൈഡ്രേറ്റ്സ് ആയിരുന്നു ഒന്നാമത്തെ അല്ലേ. രണ്ടാമത്തെ ആരാണ്? ഇപ്പോൾ നമ്മൾ മില്ലറ്റ്സിനെ കുറിച്ച്, കാർബോഹൈഡ്രേറ്റ്സിലാണ് മില്ലറ്റ് വരുന്നത് അല്ലേ. രണ്ടാമത്തെ എന്താണ്? പ്രോട്ടീന് അല്ലേ. രണ്ടാമത്തെ ആണോ മൂന്നാമത്തെ ആണോ പ്രോട്ടീൻ വന്നത്? കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. പ്രോട്ടീൻ രണ്ടാമത്തെ. ഒന്നാമത് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത് അല്ലേ. അതിനകത്തിലാണ് എന്തൊക്കെ വന്നത്, പിന്നെ എന്തൊക്കെയായിരുന്നു നിങ്ങളെ ഫുഡ്, മില്ലറ്റ്സ് ഒക്കെ അതിനകത്തിൽ വരുന്നതാണ് അല്ലേ. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന എന്തോത്തിനെ കുറിച്ചാണ്? പ്രോട്ടീനുകൾ. രണ്ടാമത്തെയാണ് പ്രോട്ടീൻസ്. എന്താ നിങ്ങളെ? പ്രോട്ടീൻസ്. നോക്കിക്കേ, അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡോക്ടറും കണ്ടോ, നമ്മൾ നേരത്തെ ആ ഫസ്റ്റ് പേജിൽ പറഞ്ഞ പോലെ കണ്ടോ, 2 പേര് ഇരിപ്പുണ്ട്, ഒരു ഡോക്ടർ ഇരിപ്പുണ്ട്. ഡോക്ടർ, മൈ സൺ ആൾവേസ് സേസ് ദാറ്റ് ഹി ഫീൽസ് വെരി ടയേർഡ്. ഹി ഡസ് നോട്ട് ഹാവ് ദ എനർജി ടു ഡു എനിത്തിങ്. എന്താ നിങ്ങളിവിടെ? അതായത് ഒരു ഡോക്ടറെ കാണാൻ ഒരു അമ്മയും മോനും, നമ്മൾ ഫസ്റ്റ് പേജിലും അത് തന്നെ പഠിച്ചേ അല്ലേ. അമ്മയും മോനും വന്നിരിക്കുക. അപ്പോൾ പറയാം എന്താ, ഒന്നും ചെയ്യാൻ ഈ മോനൊരു ഉഷാറില്ല, എപ്പോഴും നല്ല ക്ഷീണമാണെന്ന് പറയുന്നു ഡോക്ടർ. ഡോക്ടർ എപ്പോഴും ഇവൻ അങ്ങ് ക്ഷീണമാണെന്ന് അങ്ങ് പറയുക അല്ലേ. അപ്പോൾ ഡോക്ടർ പറയുന്നത്, ദ ചൈൽഡ് ഹാസ് എ ഗ്രോത്ത് ഇഷ്യൂ. ഗിവ് ഹിം ഫുഡ് ലൈക്ക് എഗ്, ഗ്രീൻ ഗ്രാം, ഗ്രൗണ്ട് നട്ട്, ഫിഷ്, മിൽക്ക് എക്സെട്ര ഇൻ പ്ലെൻറ്റി. കുട്ടിക്ക് വളർച്ചക്കുറവുണ്ട് കേട്ടോ. നമ്മൾ ഈ കുട്ടിയെ കാണുമ്പോൾ അറിയാം കുട്ടിക്ക് എന്തോ വളർച്ചക്കുറവുണ്ട്. ഒരു കാര്യം ചെയ്യേ, മുട്ട, ചെറുപയർ, നിലക്കടല, മത്സ്യം, പാൽ തുടങ്ങിയവ ആഹാരങ്ങൾ അവന് ധാരാളമായിട്ട് കൊടുത്തു നോക്കാൻ കേട്ടോ. എന്തൊക്കെയാ? അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കൊടുത്തു നോക്കാൻ. ഡിഡ് യു നോട്ടീസ് വാട്ട് ദ ഡോക്ടർ ടോൾഡ് ദ ചൈൽഡ് മോം? വൈ ഡസ് ദ ഡോക്ടർ സേ സോ? എന്ന് വെച്ചാൽ കുട്ടിയുടെ അമ്മയോട് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഡോക്ടർ ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആവിട്ടേരെ. റീഡ് ദ സജഷൻസ് ഗിവ് ബൈ ദ ഡയറ്റീഷ്യൻസ് അല്ലേ, ഇൻ എ പ്രോഗ്രാം ഓർഗനൈസ്ഡ് ബൈ ദ ഹെൽത്ത് ക്ലബ് ഇൻ ദ സ്കൂള്. സ്കൂളിലെ ആരോഗ്യ ക്ലബ്ബ് സംഘടിപ്പിച്ച പരിപാടിയിൽ ഡയറ്റീഷ്യൻ നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് വായിച്ച് എഴുതാൻ. നോക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ, ഒരു ബോക്സിനകത്തിലൊരു ഒരു കൊച്ചിരിക്കുന്നത് കണ്ടോ? നോക്കണേ. അതായത് പ്രോട്ടീൻ, നമ്മൾ ഇനി പഠിക്കുന്നത് പ്രോട്ടീനെ കുറിച്ചായിരുന്നു അല്ലേ. പ്രോട്ടീൻ ഈസ് എ ന്യൂട്രിയൻ്റ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിങ്. നോക്കണം എന്താണ് പ്രോട്ടീൻ. നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ആയിരുന്നു ഒന്നാമത്തെ, അതിൻ്റെ നല്ലപോലെ പഠിക്കണം. അതിനകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു എന്ന് ഓർത്തോണം. രണ്ടാമത്തെയാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? Protein is a nutrient essential for growth and body building. Protein is required for the health of muscles, hair and skin. Moreover, protein provide energy. Deficiency of protein causes diseases like kwashiorkor and marasmus. നോക്കണേ കുഞ്ഞുങ്ങളെ, നമ്മുടെ ശരീരത്തിൻ്റെ നിർമ്മിതിക്കും ബോഡി ബിൽഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനാവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് നമ്മുടെ പ്രോട്ടീൻ. നമ്മുടെ ബോഡി ബിൽഡിങ്ങിന് അല്ലെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് പ്രോട്ടീൻ അല്ലേ. എന്തൊക്കെയാണ്? പ്രോട്ടീൻ ഈസ് റിക്വയർഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് മസിൽസ്. ആദ്യം നമ്മൾ പേശികൾക്ക്, മസിൽ എന്ന് വെച്ചാൽ പേശികൾ, അതുപോലെ ഹെയർ, മുടി, തലമുടി, ത്വക്ക്, സ്കിന്ന് അല്ലേ, എന്നിവയുടെ എല്ലാം ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ എന്തൊക്കെയാണ്? മോർ ഓവർ പ്രോട്ടീൻ പ്രൊവൈഡ് എനർജി. ഇവ നമുക്ക് ഊർജ്ജവും പ്രധാനം. പ്രോട്ടീൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഓൾറെഡി ഊർജ്ജവും നമുക്ക് തരുന്നുണ്ട്, എനർജി തരുന്നുണ്ട്. പിന്നെ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ. ഇനി എന്താ കുഞ്ഞുങ്ങളെ, ഈ പ്രോട്ടീൻ്റെ കുറവ്, ഡെഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താ? കുറവ് അല്ലേ. പ്രോട്ടീൻ്റെ കുറവ് മൂലം അല്ലെ എന്താ നമുക്ക് എന്തൊക്കെ ക്വാഷിയോർക്കർ എന്താ കൊച്ചിൻ്റെ പടം കണ്ട് ഉണ്ടാ, അങ്ങനെ ഒരു രോഗം ഉണ്ടെങ്കിൽ ആള് ചെറുതുമായിരിക്കും, വയറ് വലുതുമായിരിക്കും. എല്ലാ വർഷവും 6ൻ്റെ ടെസ്റ്റിലുള്ള കുഞ്ഞുങ്ങളെ എന്താ ഇങ്ങനെ ഒരു പടം ക്വാഷിയോർക്കർ കേട്ടോ. പേര് നല്ലപോലെ അറിയണേ, സ്പെല്ലിങ് നല്ലപോലെ അറിയണം. ക്വാഷിയോർക്കർ ആൻഡ് മരാസ്മസ് എന്ന് പറയുന്ന രോഗം. ക്വാഷിയോർക്കർ അല്ലെങ്കിൽ മരാസ്മസ് അല്ല, ഈ 2 രോഗങ്ങൾ എന്താ നമുക്ക് പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് കേട്ടോ. അത് 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കുന്നതാണ് കുഞ്ഞുങ്ങളെ. പ്രോട്ടീൻ്റെ കുറവ് മൂലം, പ്രോട്ടീൻ്റെ ആ ബോക്സ് നല്ലപോലെ പഠിക്കണം കേട്ടോ. പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ? അത് നമ്മൾ ചോദ്യത്തിൽ എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ. ഡിസ്കസ് പിക്ചർ ഓഫ് ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻസ് പ്രോട്ടീൻസ് ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദം ആൻഡ് റൈറ്റ്. കുഞ്ഞുങ്ങളിവിടെ ഓക്കെ പടം തന്നിട്ടുണ്ട്. പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്, പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തെല്ലാമാണ് ചർച്ച ചെയ്യൂ. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഏതെല്ലാം നോക്കിക്കേ. ഗ്രീൻ ഗ്രാം,
പനീര്, കാഷ്യൂനട്ട് അല്ലേ, പീനട്ട്, എന്തൊക്കെയാണ് നോക്കിയ, മീറ്റ്, ഫിഷ്, എഗ്ഗ്, മിൽക്ക്. പടം കണ്ടത് എഴുതാൻ നമുക്കറിയാമല്ലോ അല്ലേ, പാല്, മുട്ട, മത്സ്യം, പിന്നെ മീറ്റ്, ഇറച്ചി അല്ലേ, പിന്നെ പീനട്ട്, കാഷ്യൂനട്ട് അല്ലേ, ഇതൊക്കെ എന്താ എഴുതാൻ ഏതെങ്കിലും ഒരു 5-6 പേര് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. എന്താ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് ഏതൊക്കെയാണെന്ന് ഓക്കെയാണോ നിങ്ങൾ? അതൊക്കെ റഫായിട്ട് പഠിച്ചു വെച്ചേക്കണേ. Which food items among these are included in your diet? Discuss. There may be the vegetarians among you. What food items are you be included in their diet to compensate the deficiency of proteins? Find out more food items which contains protein and write down in the science diary. എന്താ നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിൽ ഏതെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്? നമ്മളിപ്പോൾ കുറേ എണ്ണത്തിൻ്റെ പേര് വായിച്ചില്ല. ഇതിലേതെങ്കിലും നിങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ടോ കഴിക്കാൻ? നിങ്ങളിൽ സസ്യാഹാരം മാത്രം കഴിക്കുന്നവരുണ്ടോ കുഞ്ഞുങ്ങളെ? വെജിറ്റേറിയൻ ഉണ്ടോ? നോൺ വെജിറ്റേറിയൻ ഉണ്ടോ? ചില കുട്ടികൾ വെജിറ്റേറിയൻ ആണല്ലേ, ചിലർ നോൺ വെജിറ്റേറിയൻ ആണല്ലേ. നിങ്ങളിൽ ഈ സസ്യാഹാരം മാത്രം കഴിക്കുന്നവരുണ്ടോ? അവരിൽ പ്രോട്ടീൻ്റെ കുറവ് ഉണ്ടാകാതിരിക്കാൻ ആഹാരത്തിൽ ഏതെല്ലാം പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തണം? പ്രോട്ടീൻ അടങ്ങിയ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തി നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിൽ സയൻസ് ഡയറിയിൽ എഴുതാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി 3ാമത്തെ ആളാണ് കുഞ്ഞുങ്ങളെ ഫാറ്റ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് പഠിച്ചു, പ്രോട്ടീൻ പഠിച്ചു. ഈ കാർബോഹൈഡ്രേറ്റ്സ് ആയാലും പ്രോട്ടീൻ ആയാലും ഇതെങ്ങനെ ഉണ്ടാകുന്നു, ഇത് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ എന്തെല്ലാമാണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. 3ാമത്തെ ഫാറ്റാവും കുഞ്ഞുങ്ങളെ. ഫാറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കൊഴുപ്പ്. ഫാറ്റ് മീൻസ് കൊഴുപ്പ്. നോക്കിയേ, ലൈക്ക് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻ, ഫാറ്റ് ഈസ് ആൾസോ എസെൻഷ്യൽ ഫോർ അസ്. If we consume equal amount of carbohydrate, protein and fat, we will get more energy from fat. നോക്കൂ നിങ്ങളെ, കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻ എന്നിവയെ പോലെ കൊഴുപ്പും നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനെ കുറിച്ച് ആദ്യം പഠിച്ചില്ലേ, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് എന്ന് പറയുന്നത് അല്ലേ. ഒരേ അളവിൽ നമുക്ക് കൊഴുപ്പും കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഊർജ്ജം ലഭിക്കുന്നത് ഈ കൊഴുപ്പിൽ നിന്നുമാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മളിപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചും പ്രോട്ടീനെ കുറിച്ചും പറഞ്ഞെങ്കിലും നമുക്ക് എന്താ കൊഴുപ്പിൽ നിന്നുമാണ് എന്താ ഏറ്റവും കൂടുതൽ നമുക്ക് ഊർജ്ജം കിട്ടുന്നതെന്നും. അപ്പോൾ എങ്ങനെ ഇരിക്കും? അടുത്ത നോക്കൂ കുഞ്ഞുങ്ങളെ, ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് വെദർ ദ ഫുഡ് വി ഈറ്റ് കണ്ടെയ്ൻസ് ഫാറ്റ്? ഡു ദിസ് ആക്ടിവിറ്റി ടു ഫൈൻഡ് ഔട്ട് ദ പ്രസൻസ് ഓഫ് ഫാറ്റ് ഇൻ യുവർ ഡയറ്റ്. Take a sheet of paper and put a drop of oil on it. Observe the paper. Likewise, put a drop of ghee on another piece of paper. Identify the presence of fat by observing the changes in the paper. Then ghee and oil were added. Repeat the experiment by rubbing the food items given below on the paper. List them, discuss your finding in the class. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നമ്മളിപ്പോൾ ഫാറ്റ് എന്ന് വെച്ചാൽ കൊഴുപ്പാണ് അല്ലേ. ഏതെങ്കിലും ഒരു ആഹാര സാധനം, അതായത് നാം കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ കൊഴുപ്പുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങളുടെ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുന്നുണ്ടോ എന്നറിയാൻ ഒരു പ്രവർത്തനം ചെയ്തു നോക്കൂ എന്നാണ് നിങ്ങളോട് പറഞ്ഞത്. ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് അതിൽ ഒരു തുള്ളി എണ്ണ ഒഴിച്ചു നോക്കുക. നല്ല ഒരു ഷീറ്റ് വെള്ള പേപ്പർ എടുത്തിട്ട്, അതാ ഇവിടെ പറയുന്നത് ഒബ്സർവ് ദ പേപ്പർ. നോക്കിയേ, നല്ല ഒരു ഷീറ്റ് പേപ്പർ ആൻഡ് പുട്ട് എ ഡ്രോപ്പ് ഓഫ് ഓയിൽ. അതിനകത്തിൽ ഒരു തുള്ളി ഓയിൽ ഒഴിച്ച് നോക്കിയേ, അല്ലെ എണ്ണ ഒഴിച്ച് നോക്കൂ. പേപ്പർ എന്നിട്ട് നിങ്ങളൊന്ന് നോക്കിയേ, ഇതുപോലെ ഒരു പേപ്പറിൽ നെയ്യും ഒന്ന് ഒഴിച്ച് നോക്കൂ. പേപ്പറിൽ ആദ്യമേ എണ്ണ ഒഴിച്ച് നോക്കുക, പിന്നെ എന്തുവാകും നിങ്ങളെ, നെയ്യ് ഒഴിച്ച് നോക്കുക. ഈ എണ്ണയും നെയ്യും പേപ്പറിൽ ഒഴിച്ചപ്പോൾ ഉണ്ടായ മാറ്റം എന്തൊക്കെയാണെന്ന് എഴുതാനാണ് ചോദിച്ചത്. എന്തൊക്കെയായിരിക്കും കുഞ്ഞുങ്ങളെ? അത് നിങ്ങൾ കണ്ടെത്തി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസും അതിൻ്റെ ഒബ്സർവേഷനും താഴെ കൊടുത്തിട്ടുണ്ട്. കുറേ ആഹാര വസ്തുക്കളുടെ പേര് തന്നിട്ടുണ്ട് അല്ലേ, അതിനെ ഒബ്സർവ് ചെയ്ത് എഴുതാൻ. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇപ്പം ചിപ്സ് അല്ലേ, ചിപ്സ് എന്ന് വെച്ചാൽ എന്താ? ഏത്തക്ക അല്ലേ, ഏത്തക്ക വറുത്ത അല്ലേ ചിപ്സ്, അതാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒരു പേപ്പറിൽ ഇട്ടിട്ട് ഒന്ന് നോക്കണേ. ഇച്ചിരി കഴിയുമ്പോൾ എന്താ, അവിടെ ഓയിലി സ്പോട്ട് അപ്പിയർ ഓൺ ദ പേപ്പർ. ആ പേപ്പറിൽ എന്ത് കാണാം? എണ്ണപ്പാടുകൾ കാണാൻ പറ്റും നമുക്കില്ലേ കുഞ്ഞുങ്ങളെ. പേപ്പറിനകത്തിൽ കാരണം എന്താ, ഇത് എണ്ണയിൽ ഉണ്ടാക്കിയതായതുകൊണ്ട് ആ എണ്ണമയം എന്തായാലും നമ്മളൊരു പേപ്പറിൽ ഇടുമ്പോൾ ആ പേപ്പറിൽ വരത്തില്ലേ കുഞ്ഞുങ്ങളെ. അടുത്ത തന്നെ റോ ബനാന എന്ന് വെച്ചാൽ എന്താ, പച്ച വാഴയ്ക്ക എടുത്ത് നമ്മളൊരു പേപ്പറിൽ ഇട്ട് നോക്കിയാലോ, അതിനകത്ത് ഓയിൽ കാണത്തില്ല. പച്ചക്കകത്തിൽ ഇവിടെ ഓയിൽ ഉണ്ടോ കുഞ്ഞുങ്ങളെ? പേപ്പറിൽ അവിടെ എണ്ണപ്പാടുകളൊന്നും കാണത്തില്ല കേട്ടോ, എണ്ണയുടെ പാടുകളൊന്നും കാണത്തില്ല. നോട്ട് ഓയിൽ അപ്പിയർ ഓൺ ദ പേപ്പർ. ഇത് ഞാൻ എഴുതിയിട്ടില്ല കുഞ്ഞുങ്ങളെ, കാരണം ഇത് ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഇത്ര എഴുതിയാൽ മതി, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് നോട്ടായിട്ട് എഴുതിയിട്ടില്ലേ. അടുത്ത ക്രഷ്ഡ് സീസെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സീസെയിം എന്ന് വെച്ച് എന്താ, ഈ എള്ളുണ്ടല്ലോ നിങ്ങളെ, എള്ള് അത് ചതച്ചത്. ക്രഷ് ചെയ്യാന്ന് വെച്ചാൽ ചതയ്ക്കുക. ഈ ചതച്ചത് എന്താ, അതും ഓയിലിയാണ് കേട്ടോ. എള്ളിനും ചെറിയ ഓയിലുണ്ടെന്നാണ് പറയുന്നത്.
അതുപോലെ തന്നെ ഡ്രൈഡ് കോക്കനട്ട്, നമ്മുടെ തേങ്ങ ഉണങ്ങിയത്, തേങ്ങയ്ക്കകത്തു നിന്നല്ലേ നമ്മൾ എണ്ണ എടുക്കുന്നത്, അപ്പോൾ എന്തായാലും ഉണങ്ങിയ എണ്ണയ്ക്കകത്തിലും ഓയിൽ കാണും കേട്ടോ. അടുത്ത ക്രഷ്ഡ് ഗ്രൗണ്ട് നട്ട്, ചതച്ച നിലക്കടലക്കകത്തിലോ അതിനകത്തിലും എന്താ ഓയിൽ, എണ്ണയുണ്ടെന്നാ പറയുന്നത് കേട്ടോ. ഇത് നിങ്ങൾ ഫില്ല് ചെയ്യാനാ പറയുന്നത്. എണ്ണയുണ്ടോ ഇല്ലയോ എന്നൊന്ന് എഴുതാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. റൈറ്റ് ഓൺ ദ അതർ ഫുഡ് ഐറ്റംസ് യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ് കണ്ടെയ്ൻ ഫാറ്റ്. ഡസ് ദ ലിസ്റ്റ് കണ്ടെയ്ൻ ഫുഡ് ഐറ്റംസ് ലൈക്ക് ഓയിൽ, ഗീ, മീറ്റ്, എഗ്, കോക്കനട്ട്, സീസൈം, മസ്റ്റാർഡ്, ഗ്രൗണ്ട് നട്ട്, മിൽക്ക് ആൻഡ് ബട്ടർ. വി ഗെറ്റ് ഫാറ്റ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് സോഴ്സസ്. ഇല്ലേ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കറിയാവുന്ന കൊഴുപ്പടങ്ങിയ മറ്റ് എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേര് നിങ്ങൾക്ക് എഴുതാൻ അറിയാമോ? നിങ്ങൾ തയ്യാറാക്കിയ ലിസ്റ്റിൽ ഈ പറയുന്ന എണ്ണ, നെയ്യ്, മാംസം, മുട്ട, തേങ്ങ, എള്ള്, കടുക്, നിലക്കടല, പാല്, വെണ്ണ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും നമുക്ക് കൊഴുപ്പ് ലഭിക്കുന്നുണ്ട്. അല്ലേ? നോക്കിയോ നിങ്ങളെ, പ്ലാന്റ്സിൽ നോക്കിയേ, ഈ കോക്കനട്ട് ഓയിൽ അല്ലേ, കോക്കനട്ട് ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ് അല്ലേ. ഹണി എന്താ, ആനിമൽസിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ്. അടുത്ത ഫിഷ് ഓയിൽ അല്ലേ. ഫിഷ് ഓയിൽ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ മീൻ ഗുളിക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ കുഞ്ഞുങ്ങളെ, മീൻ ഗുളിക അത് ഫിഷ് ഓയിൽ. അടുത്ത ബീഫിൻ്റെ ഓയിൽ, അടുത്തത് സൺഫ്ലവർ ഓയിൽ. ഇത് പ്ലാന്റ്സ് ആണ്, ഇതും പ്ലാന്റ്സ് ആണ്, മറ്റേ എല്ലാ ആനിമൽസിൻ്റെ ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാം നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഫാറ്റ്, കൊഴുപ്പ് അല്ലേ. താഴെ കൊടുത്തിരുന്ന ചിത്രങ്ങൾ തിരിച്ച് അവ ഏതൊക്കെയാണെന്ന് തിരിച്ചെഴുതൂ എന്നാണ് നമ്മളോട് ചോദിച്ചത്. ഇത് കാണുമ്പോഴേ അറിയാം പ്ലാന്റ്സിനകത്ത് ഇത് 2 ഉള്ളൂ അല്ലേ, ബാക്കി മൊത്തം ആനിമൽസിൽ നിന്നും വരുന്നതാണ് അല്ലേ. സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും കൊഴുപ്പ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ നിങ്ങളെ. ഓക്കെയാണോ? 5 എണ്ണം. അടുത്ത നമ്മളോട് ചോദിച്ചത് ഫാറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ്. ഇനി പ്ലാന്റ്സിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന കൊഴുപ്പുകൾ ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ പറഞ്ഞു കോക്കനട്ട് ഓയിലും സൺഫ്ലവർ ഓയിലും അല്ലേ. അപ്പുറത്തെ ആ പടം നോക്കി എഴുതാനാവും നിങ്ങളെ. കോക്കനട്ട് ഓയിലും സൺഫ്ലവർ ഓയിലും നമുക്ക് പ്ലാന്റ്സിൽ നിന്നും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഫിഷ് ഓയിൽ, ഹണി, തേനിൻ്റെ, അതുപോലെ തന്നെ ബീഫ് അല്ലേ, ഇതിൻ്റെ എല്ലാം ആനിമൽസിൽ നിന്നുമാണ് കിട്ടുന്നത് കേട്ടോ. ഇനി അതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ട് കുഞ്ഞുങ്ങളെ. അതായത് നമ്മൾ എന്തോത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ഫാറ്റിനെ കുറിച്ചാണ്. അതിൻ്റെ ലാസ്റ്റ് കൊളസ്ട്രോളിനെ കുറിച്ചാണ്. എന്താ കുഞ്ഞുങ്ങളെ കൊളസ്ട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ? Have you heard doctors advise not to eat too much fatty food? What could be the reason? Cholesterol is a form of fat. A moderate amount of cholesterol is required for the body. If there is excess cholesterol in the body, it gets deposited in the inner wall of blood vessels and prevent blood flow. This may cause fatal diseases like stroke and heart failure. അല്ല, മനസ്സിലായോ? കൊളസ്ട്രോളിനെ കുറിച്ചാണ് ഞങ്ങളെ. കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ നമ്മൾ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർ നമ്മുടെ അടുത്ത് നിർദ്ദേശിക്കുന്നത് കേട്ടിട്ടില്ലേ? കൊഴുപ്പടങ്ങിയ ഫുഡ് നിങ്ങൾ കുറയ്ക്കണമെന്നൊക്കെ നമ്മളോട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പറയും അല്ലേ. എന്തുകൊണ്ടാണ്? ഈ കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. കൊഴുപ്പ് വന്ന് അടിയുന്നതാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. നമുക്ക് ആവശ്യത്തിന് കൊളസ്ട്രോൾ ആവശ്യം അല്ലേ, നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് വേണം. പക്ഷേ രക്തത്തിൽ ഈ കൊളസ്ട്രോൾ അധികമായാൽ അത് നമ്മുടെ രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അങ്ങോട്ട് അടിഞ്ഞുകൂടും. രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ ഇത് വന്നിട്ട് അടിഞ്ഞുകൂടും. അന്നേരം രക്തത്തിൻ്റെ ഒഴുക്കിനെ എന്നിട്ട് ഇതങ്ങ് തടസ്സപ്പെടുത്തുമെന്ന്. മനസ്സിലായോ നിങ്ങളെ? എന്താ മനസ്സിലായി? അതായത് കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അല്ലേ. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അങ്ങോട്ട് അടിഞ്ഞുകൂടും. എന്നിട്ട് രക്തത്തിൻ്റെ ഒഴുക്കിനെ ഇതങ്ങ് തടസ്സപ്പെടുത്തും. ഇതെന്ത് ചെയ്യുന്നു? നമ്മുടെ ഹൃദയത്തിന് രോഗമുണ്ടാക്കുന്നു അല്ലേ. ഹാർട്ട് ഫെയിലർ, ഹൃദയരോഗവും അതുപോലെ തന്നെ പക്ഷാഘാതം, സ്ട്രോക്ക്, പക്ഷാഘാതം എന്നീ തുടങ്ങി രോഗങ്ങൾക്ക് ഇത് കാരണമാകുകയും ചെയ്യുന്നു. അപ്പോൾ കൊളസ്ട്രോൾ വരെയുള്ള നോട്ട് അവിടെ നിൽക്കട്ടെ കുഞ്ഞുങ്ങളെ. നമുക്ക് അത്രയും നോട്ട് നോക്കാം. അപ്പം നമ്മൾ എത്ര എണ്ണം എഴുതിയായിരുന്നു? 12 അല്ലേ. 12 നോട്ട് നമ്മൾ എഴുതിയായിരുന്നു അല്ലേ കുഞ്ഞുങ്ങളെ? ഇത്ര എഴുതി. ഇനി അടുത്തത് 13ാമത്തെ അയഡിൻ ടെസ്റ്റ് ആവും കുഞ്ഞുങ്ങളെ. അയഡിൻ ടെസ്റ്റ് ആണ്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ.
അയോഡിൻ ടെസ്റ്റ് അത് നമ്മുടെ ടെസ്റ്റിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് എഴുതിയില്ല കേട്ടോ. അയോഡിൻ ടെസ്റ്റ് എങ്ങനെയാണ് ടെസ്റ്റിൽ എഴുതി നോക്കൂ കുഞ്ഞുങ്ങളെ. അടുത്തത് ഫുഡ് ഐറ്റംസ്, അതായത് ഭക്ഷ്യവസ്തുക്കൾ ചേഞ്ച് ഇൻ കളർ വെൻ അയോഡിൻ സൊല്യൂഷൻ ഈസ് ആഡഡ്. അയോഡിൻ ലായനി ചേർത്തപ്പോഴുണ്ടാകുന്ന നിറമാറ്റങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ഏതൊക്കെ അതിൽ പറഞ്ഞായിരുന്നു മുമ്പ് അയോഡിൻ ചേർക്കുമ്പോൾ ഉണ്ടാകുന്നത്? അതല്ലാതെ വേറെ കുറേ എണ്ണങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. എന്താ മുമ്പ് പറഞ്ഞത് കഞ്ഞിവെള്ളത്തിലും പാലിലും അയോഡിൻ ചേർത്താൽ എന്തെന്ന് അല്ലേ. ഇപ്പൊ നോക്കിയേ, ഉരുളൻകിഴങ്ങ് പൊട്ടാറ്റോയിൽ ചേർത്താൽ എന്താ കുഞ്ഞുങ്ങളെ, അതിലും ഇരുണ്ട നീല നിറം കാണുന്നുണ്ട് കേട്ടോ. ഉരുളൻകിഴങ്ങിൽ അയോഡിൻ ഒഴിച്ചാൽ ഇരുണ്ട നീല നിറം, ഡാർക്ക് ബ്ലൂ കളർ ഉണ്ടാവുന്നുണ്ട്. കുക്കുംബർ, വെള്ളരിയിലോ, വെള്ളരിക്ക് ഒരു മാറ്റവും, നോ ഡാർക്ക് ബ്ലൂ കളർ ഒന്നും ഉണ്ടാകുന്നില്ല. മൈദക്കകത്തിലോ, മൈദയിൽ ഈ അയോഡിൻ ഒഴിച്ചാലും ഡാർക്ക് ബ്ലൂ കളർ ഉണ്ടാകുന്നുണ്ട്, ഇരുണ്ട നീല നിറം ഉണ്ടാകുന്നുണ്ട്. ഇനി മുട്ടയുടെ വെള്ളയിലോ, അവിടെ ഒന്നും സംഭവം, നോ ഡാർക്ക് ബ്ലൂ കളർ ഒന്നും അവിടെ ഒന്നും ഉണ്ടാകുന്നില്ല, മുട്ടയുടെ വെള്ളയിലാണ്. ഇനി വീറ്റ്, ഗോതമ്പിലാണെങ്കിലോ ഡാർക്ക് ബ്ലൂ ആണ്. ഗോതമ്പിലും മൈദയിലും ഒക്കെ എന്താ കുഞ്ഞുങ്ങളെ, ഡാർക്ക് ബ്ലൂ ഉണ്ടാകുന്നുണ്ട്, ഇരുണ്ട നീല നിറം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ ആണോ? കാരണം ഇപ്പം ഇത് നമ്മൾ വായിച്ചതാണ്. ഇനി മില്ലറ്റിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ഈ ചെറുധാന്യങ്ങൾ, നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. അഥവാ മില്ലറ്റുകൾ അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ എന്നിവയെല്ലാം ഇവയിലുണ്ട്. മില്ലറ്റ്സ് ആർ ദ ക്രോപ്സ് വിച്ച് ബിലോങ് ടു ഗ്രാസ് സ്പീഷീസ്. മില്ലറ്റ് കണ്ടെയ്ൻസ് ഹയർ ക്വാണ്ടിറ്റീസ് ഓഫ് പ്രോട്ടീൻസ്, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ദാൻ റൈസ് ആൻഡ് വീറ്റ്. നമ്മുടെ ടെസ്റ്റിലെ ബോക്സിനകത്ത് എഴുതിയേക്കുന്ന സംഭവം നിങ്ങൾ കേട്ടോ, അത് പഠിക്കണേ. ഓക്കെ, അപ്പോൾ നമ്മൾ 15 എണ്ണം എഴുതിയിട്ടുണ്ട്. ഇനി 16ാമത്തെയാണ് പ്രോട്ടീൻസ്. എന്താ കുഞ്ഞുങ്ങളെ, പ്രോട്ടീൻസ് നോക്കിയേ. ഡിഡ് യു നോട്ടീസ് വാട്ട് ദ ഡോക്ടർ ടോൾഡ് ദ ചൈൽഡ് മോം? വൈ ഡസ് ദ ഡോക്ടർ സേ സോ? കുട്ടിയുടെ അമ്മയോട് ഡോക്ടർ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഡോക്ടർ ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? ആ ഡോക്ടറെ കാണിക്കാനായിട്ട് ചെന്നപ്പോഴേ ഡോക്ടർ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കാരണം അവന് പ്രോട്ടീൻ്റെ കുറവുള്ളത് കൊണ്ടാണ്. ബിക്കോസ് ഹി ഹാസ് എ പ്രോട്ടീൻ ഡെഫിഷ്യൻസി. ഇത് ടെസ്റ്റിലെ ചോദ്യമാവും നിങ്ങൾ കേട്ടോ. ടെസ്റ്റിലെ ചോദ്യം മാത്രമാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അതിനെ കുട്ടിയെ കൊണ്ടുവന്ന് അമ്മ കൊണ്ട് കാണിച്ചപ്പോൾ എന്താ, ഇവൻ എപ്പോഴും അങ്ങ് ക്ഷീണമാണ് ഡോക്ടറെ, എന്തുവാണെന്നറിയത്തില്ല, എപ്പോഴും ഇവനങ്ങ് തളർച്ചയും ക്ഷീണമൊക്കെയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എന്താ, ഇവന് വളർച്ചക്കുറവുണ്ട്, ഇവന് നമ്മൾ എന്താ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്താ, ബിക്കോസ് ഹി ഹാസ് എ പ്രോട്ടീൻ ഡെഫിഷ്യൻസി, ഇവന് പ്രോട്ടീൻ്റെ കുറവുള്ളത് കൊണ്ടാണ് കേട്ടോ. 16ാമത്തെ ചോദ്യമാണ് കുഞ്ഞുങ്ങൾ കേട്ടോ. അങ്ങനെയാണെങ്കിൽ പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫങ്ഷൻ ഓഫ് പ്രോട്ടീൻ, പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളെ നോക്കിക്കേ. പ്രോട്ടീൻ ഈസ് എ ന്യൂട്രിയൻ്റ് എസെൻഷ്യൽസ് ഫോർ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിങ്. പ്രോട്ടീൻ ഈസ് റിക്വയർഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് മസിൽസ്, ഹെയർ ആൻഡ് സ്കിൻ. മോർ ഓവർ പ്രോട്ടീൻ പ്രൊവൈഡ് എനർജി. ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ കോസസ് ഡിസീസ് ലൈക്ക് ക്വാഷിയോർക്കർ ആൻഡ് മരാസ്മസ്. നമ്മളിപ്പോൾ പറഞ്ഞതാ അല്ലേ. എന്താ, ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ ഊർജവും പ്രദാനം ചെയ്യുന്നു. പ്രോട്ടീൻ്റെ കുറവ് മൂലം നമുക്ക് ക്വാഷിയോർക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങളും ഉണ്ടാകുന്നു. ഇംഗ്ലീഷ് വായിക്കാൻ പാടുള്ളവർ മലയാളം വായിക്കേണ്ട കുഞ്ഞുങ്ങളെ. അപ്പം ആ രോഗങ്ങളുടെയൊക്കെ പേര് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അടുത്ത, വാട്ട് ആർ ദ ഡിസീസസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ എന്ന് മാത്രം ചോദിച്ചാലും ക്വാഷിയോർക്കർ ആൻഡ് മരാസ്മസ് കേട്ടോ. ക്വാഷിയോർക്കറും മരാസ്മസും 18 എണ്ണം ഓക്കെയാണോ കുഞ്ഞുങ്ങളെ? അടുത്ത 19ാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് മോർ ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടേ. പ്രോട്ടീൻ അടങ്ങിയ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാം. പ്രോട്ടീൻ അടങ്ങിയ വേറെ ഇപ്പം നമ്മൾ പറഞ്ഞതല്ലാതെ വേറെ ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ? സോയാബീന്, ബീൻസിനകത്തിലൊക്കെ വരുന്നത് കേട്ടോ, ഫിഷിൽ, അതുപോലെ തന്നെ ഡയറി, പാൽ ഉൽപ്പന്നങ്ങളിലൊക്കെ ഡയറി പ്രൊഡക്ട്സുകൾ, പീനട്ട്, സലാഡ്, ഇങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 5-6 പേര് പഠിച്ചു വെച്ചിരിക്കണം. ഏതാ പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ ഏതൊക്കെയാണ്? ഓക്കെ ആണോ? ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഫാറ്റ്. എന്താ കുഞ്ഞുങ്ങളെ? ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവ പോലെ കൊഴുപ്പും നമുക്ക് ആവശ്യമാണ്. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഊർജ്ജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ് അല്ലേ. കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ്, ഫാറ്റ് ഈസ് ആൾസോ എസെൻഷ്യൽ ഫോർ അസ്. ഇഫ് വി കൺസ്യൂം ഈക്വൽ എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്, വി വിൽ ഗെറ്റ് മോർ എനർജി ഫ്രം ഫാറ്റ് കേട്ടോ. നമ്മളിപ്പോൾ ടെസ്റ്റിൽ അത് വായിച്ചതാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ അറിയണ്ടേ, അതുകൊണ്ട് എഴുതിയതാണ് കേട്ടോ. ഹൗ ഡു ഫൈൻഡ് ദ പ്രസൻസ് ഓഫ് ഫാറ്റ്? ഭക്ഷ്യവസ്തുക്കളിൽ കൊഴുപ്പുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? അതൊരു ടെസ്റ്റിലെ ചോദ്യമാണ് നിങ്ങൾ കേട്ടോ. ഹൗ ഡു ഫൈൻഡ് ദ പ്രസൻസ് ഓഫ് ഫാറ്റ്? ഭക്ഷ്യവസ്തുക്കളിൽ കുറച്ചുകൂടെ
നമ്മുടെ ടെസ്റ്റിൽ അത് കുറച്ചുകൂടെ വലുതായിട്ടാവും നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളിൽ കൊഴുപ്പുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ടു ടെസ്റ്റ് ഫാറ്റ് ഇൻ ഫുഡ് നമ്മളത് പഠിച്ചതാണ് അല്ലേ? റബ് എ സ്മാൾ എമൗണ്ട് ഓൺ എ പീസ് ഓഫ് പേപ്പർ ഇഫ് ഇറ്റ് ലീവ്സ് എ ഓയിൽ സ്റ്റെയിൻ ഇറ്റ് മീൻസ് ദ ഫുഡ് കണ്ടെയ്ൻസ് ഫാറ്റ്. ഇങ്ങനെ തന്നെ എഴുതണമല്ലോ. മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ ഭക്ഷണത്തിൽ കൊഴുപ്പ് പരിശോധിക്കാൻ നമ്മൾ എന്താ ഒരു കടലാസ് എടുത്തിട്ട് അതിനകത്തിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ? അപ്പോൾ എണ്ണക്കറി ഉണ്ടെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് കേട്ടോ. അത് നിങ്ങൾ സ്വന്തമായിട്ട് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ ആണോ നിങ്ങൾ? 21 ക്വസ്റ്റ്യൻ ആൻസർ നമ്മളായിട്ടുണ്ട്. അടുത്ത 22ാമത്തെ ഫാറ്റും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൊളസ്ട്രോളിനെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. കൊളസ്ട്രോൾ എന്നാൽ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ നോട്ടാണ് ഈ രണ്ടാമത് പറയുന്നത് കേട്ടോ. കൊളസ്ട്രോൾ ഈസ് എ ഫോം ഓഫ് ഫാറ്റ് അല്ലേ? കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. എ മോഡറേറ്റ് എമൗണ്ട് ഓഫ് കൊളസ്ട്രോൾ ഈസ് റിക്വയർഡ് ഫോർ ദ ബോഡി എന്ന് വെച്ചാൽ എന്താ? മോഡറേറ്റ് എമൗണ്ട് എന്ന് വെച്ചാൽ മിതമായ അളവിൽ നമുക്ക് കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ ഇഫ് ദർ ഈസ് എക്സസ് കൊളസ്ട്രോൾ ഇൻ ദ ബോഡി ഇറ്റ് ഗെറ്റ് ഡിപ്പോസിറ്റഡ് ഇൻ ദ ഇന്നർ വാൾ ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് പ്രിവെൻറ്റ് ബ്ലഡ് ഫ്ലോ. എന്താ നിങ്ങൾ രക്തത്തിൽ ഇത് കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലിലൂടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ അത് തടസ്സപ്പെടുത്തുകയും ചെയ്യും കേട്ടോ. ദീസ് മേ കോസസ് എന്നിട്ട് എന്താ? ഫാറ്റൽ ഡിസീസസ് ലൈക്ക് സ്ട്രോക്ക് ആൻഡ് ഹാർട്ട് ഫെയിലർ. ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങി ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഫാറ്റൽ ഡിസീസ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗുരുതരമായ രോഗങ്ങൾക്ക് ഇത് കാരണമാകുന്നു. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്ത ലാസ്റ്റിലത്തെ വിറ്റാമിനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും ഓക്കെ ആണല്ലോ? മനസ്സിലായെങ്കിലേ കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. നമ്മൾ 6ാം ക്ലാസ്സിലെ സയൻസിൻ്റെ 2ാമത്തെ പാർട്ടാണിത്. 1ാമത്തെ കണ്ടിട്ട് വേണേ കുഞ്ഞുങ്ങളെ ഇത് കാണാൻ കേട്ടോ. മനസ്സിലായെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയണേ. എന്നിട്ട് നമുക്ക് ബാക്കി പാർട്ട് ഇടാം നാളെ. ഓക്കെ, താങ്ക് യു കുഞ്ഞുങ്ങളെ. താങ്ക് യു.